ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നലെ കെ മുരളീധരൻ ഞങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക പശ്ചാത്തലമായിരുന്നു, കോൺഗ്രസിന് മുൻതൂക്കമുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എക്കാലവും, അതങ്ങനെ അങ്ങ് സംഭവിക്കും. പക്ഷേ അതിനുശേഷം വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 140 നിയോജക മണ്ഡലങ്ങളിലും ഒരുപോലെ സംഘടന പ്രവർത്തിച്ചാൽ മാത്രമേ സംസ്ഥാനത്ത് ഭരണം തിരികെ എത്താനാവുള്ളൂ. ആ തരത്തിലേക്ക് വരുമ്പോൾ സംഘടനയാണ് ശക്തമാവേണ്ടത് എന്നത് മുരളീധരൻ ആവർത്തിക്കുന്നുണ്ട്. മുരളീധരൻ ആ പറഞ്ഞതും ഇന്നലെ കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനം തിരികെ ലഭിക്കാത്തതുമായ സാഹചര്യങ്ങളെ നമുക്ക് കൂട്ടിയിണക്കേണ്ടി വരുമോ? കെ മുരളീധരൻ പറഞ്ഞ കാര്യം 100% അല്ല 101% ശരിയാണ്. കേരളത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്, വളരെ ശിഥിലമാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇദ്ദേഹം കെ മുരളീധരൻ പറഞ്ഞില്ലെങ്കിൽ പോലും അതൊരു സത്യമാണ്. കെ മുരളീധരൻ ഈ വക കാര്യങ്ങൾ തന്റെ ഇടമായിട്ട് പറയുന്ന ആളായതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനടക്കം കേരളത്തിൽ മത്സരിച്ച 20 UDF സ്ഥാനാർത്ഥികൾക്ക് ഇതേ അഭിപ്രായം ഉണ്ടാവും. പലരും അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും UDFന് ജയസാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുന്നത് ജനങ്ങൾക്ക് LDF സർക്കാരിനോട് ഭരണത്തോട് അത്രയധികം വിയോജിപ്പുള്ളതുകൊണ്ടും പ്രതിപത്തി ഉള്ളതുകൊണ്ടുമാണ്. കോൺഗ്രസ്സുകാരെ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും LDF അനുഭാവികളും അനുകൂലികളുമായിട്ടുള്ള ആളുകൾ ഇത്തവണ UDFന് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കും. പിന്നെ സാമുദായികമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് ഈ സണ്ണിക്കുട്ടി ഇവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ കേട്ടു. ഇപ്പൊ നമ്മള് തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചല്ല ആലോചിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് കോൺഗ്രസിന് ഒരു വിജയം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കാം. അത് ഏറെക്കുറെ സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ജൂൺ 4-ാം തീയതി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ച അന്ന് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞത് 4 നേതാക്കന്മാർ തമ്മിൽ വലിയ വഴക്കും വാക്കാണോ ആരംഭിച്ചു. വിജയത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണ്, വിജയത്തിന്റെ അവകാശി ആരാണ് എന്നത് മാത്രമല്ല, അടുത്ത് വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം പാർട്ടിയെ നയിക്കേണ്ടത്, ആരാണ് പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത്, ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി, ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അത് മാത്രമാണ് പ്രശ്നം. പിന്നെ MM ഹസൻ വിട്ടുകൊടുക്കാത്തത്, ഒന്നാമത് ഹസൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അത് വിട്ടുകൊടുക്കാൻ താല്പര്യമുള്ള ആളല്ല. അദ്ദേഹത്തിന്റെ അടുത്ത് പിടിച്ചു പറിച്ച് അല്ലെങ്കിൽ ബലാത്കാരമാണ് തിരിച്ചു മേടിക്കാനായിട്ട് വരും ഒരു കാര്യം. രണ്ടാമത് സുധാകരൻ വീണ്ടും KPC പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നതിനോട് ആ പാർട്ടിയിലെ പ്രവർത്തകർക്ക് താല്പര്യമാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾക്ക് അത് അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ചില നേതാക്കന്മാർക്ക് അദ്ദേഹം KPC പ്രസിഡന്റായിട്ട് തുടരുന്നത് താല്പര്യമല്ല. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KPCC പ്രസിഡന്റിന് ഒരു ക്ലെയിം പറയാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. തണ്ണിക്കുട്ടി ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചതിന്റെ പുറകിൽ തന്നെ ഇങ്ങനെ ഒരു അജണ്ട ഉണ്ട് എന്ന് വേണം വിചാരിക്കാൻ. അപ്പൊ ഇപ്പൊ അനവധി മുഖ്യമന്ത്രി പദമോഹികൾ സത്യപ്രതിജ്ഞ കിട്ടുകൊണ്ടുപോകാനുള്ള കതർ കുപ്പായി ഇപ്പൊ തന്നെ തയ്പ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം, ഫലപ്രഖ്യാപനം നടത്തണം, ഇവർക്ക് ഗവർണറെ കണ്ട് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള അനുമതി തരണം, അത്രേ ബാക്കിയുള്ളൂ. അപ്പൊ ഇപ്പൊ UDFന് അനുകൂലമായ അന്തരീക്ഷം സംസ്ഥാനത്ത് ഉണ്ടെന്നുള്ളത് ഈ കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അത് വച്ചിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിസ്സാരമായിട്ട് ജയിക്കാം എന്നാണ് ഈ വിദ്വാൻമാർ ധരിച്ചിട്ടുള്ളതെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 കൊല്ലമുണ്ട്. അതിനിടയ്ക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വല്ലാതെ മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. പക്ഷെ ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു ജന്മ സ്വഭാവമാണ്. അതിപ്പോ നമ്മളാരും ഇവിടെ ചർച്ച ചെയ്താലും ഈ പ്രശ്നം തീരാൻ പോകുന്നു. ജയശങ്കർ ഒന്ന് തുടരുക.